തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ്. 1.53 കോടി വോട്ടർമാർക്കായി 12,274 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിലെ 2055 പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണവും ഉണ്ടാകും. പാലക്കാട് നിന്ന് സാജിദ് അജ്മലും തൃശൂരിൽ നിന്ന് നടരാജ് പരശുറാമുമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ആദ്യം നടരാജ് പരശുറാമിലേക്ക് പോവുകയാണ്. നടരാജ്, തൃശൂരിൽ എങ്ങനെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ ഏത് രീതിയിലാണ് നടക്കുന്നത്? വളരെ സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? നൗഫൽ, ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഇവിടെ നിന്നാണ് ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. ജില്ലയിൽ ഏതാണ്ട് 3000-ലധികം പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ഇത് വാങ്ങിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഒരുക്കമാണ് എല്ലാവരും നടത്തുന്നത്. 3282 പോളിംഗ് സ്റ്റേഷനുകളിൽ 15,573 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. 3282 പ്രിസൈഡിംഗ് ഓഫീസർമാരും അത്ര തന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും തന്നെ ഡ്യൂട്ടിക്കുണ്ട്. 4757 പോലീസ് ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായി വിന്യസിച്ചിട്ടുണ്ട്. ആകെ 24 വോട്ടിംഗ് മെഷീൻ വിതരണ കേന്ദ്രങ്ങളാണ് ജില്ലയിൽ പല ഭാഗങ്ങളായിട്ടുള്ളത്. 11,158 ബാലറ്റ് യൂണിറ്റുകളും 4,572 കൺട്രോൾ യൂണിറ്റുകളും മറ്റും വിതരണം ചെയ്യുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാം. രാവിലെ മുതൽ പല സ്ഥലങ്ങളിലേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ വാങ്ങിക്കൊണ്ട് മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ അവരുടെ നമ്പർ തിരിച്ചു പറയുന്നതും പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതും കാണാം. ഇത് വാങ്ങി പുറത്തു പോയതിനു ശേഷം അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന പരിശോധന നടത്തി സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം തങ്ങളുടെ പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്നതാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. ഇവിടെ ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാം. വാങ്ങിയ പോളിംഗ് സാമഗ്രികളുടെ പരിശോധന ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. മാഡം, പരിശോധനയാണോ നടക്കുന്നത്? എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? എങ്ങനെയാണ്? കൺട്രോൾ യൂണിറ്റ് ആദ്യം പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബാലറ്റ് യൂണിറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം നിങ്ങൾ നിശ്ചിത പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകും. റൂട്ട് ഓഫീസർ എവിടെയാണ് നിങ്ങൾക്ക്? ഞങ്ങൾ പൂങ്കുന്നം ഗവൺമെന്റ് ഹൈസ്കൂൾ. അതിനുശേഷം ഇന്ന് അവിടെ തന്നെ സ്റ്റേ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ? മാഡം, പരിശോധന നടന്നോ? എങ്ങനെയാണ്? എവിടെയാണ് യൂണിറ്റ്? എവിടെയാണ് യൂണിറ്റ്? നമ്മുടേത് ലൂർദുപുരം പള്ളിയുടെ അവിടെ. പരിശോധിച്ച ശേഷം അങ്ങോട്ട് പോകും. അതെ, നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പല ഭാഗങ്ങളിൽ നിന്നായി പലരും കിട്ടിയ മെഷീനുകൾ പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ്. പരിശോധന നടത്തി സാറ്റിസ്ഫൈഡ് ആയ ശേഷം അവർ പോകും. ജില്ലയിൽ നമുക്കറിയാം വാശിയേറിയ പോരാട്ടമാണ് പല ഭാഗങ്ങളിൽ നടന്നത്. ഒരു കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, 86 ഗ്രാമപഞ്ചായത്തുകൾ, 7 മുനിസിപ്പാലിറ്റികൾ, 16 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഇങ്ങനെ വലിയ രീതിയിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഒരു ഭൂമിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. പണ്ട് കോൺഗ്രസിന് വേരോട്ടമുണ്ടായിരുന്ന സ്ഥലമായിരുന്നെങ്കിൽ കഴിഞ്ഞ കുറച്ച് കുറച്ച് വർഷങ്ങളായി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷത്തിനാണ് ആധിപത്യം കാണുന്നത്. ഇത്തവണ അത് മറികടക്കുമെന്ന് UDF ആത്മവിശ്വാസം പറയുന്നു. BJPയും നില മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. എന്തായാലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ്. നാളെയാണ് വിധി ദിനം. യെസ്, നടരാജ് തുടരുക. ഇപ്പോൾ പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ കൂടി ചേരുന്നുണ്ട്. സാജിദ്, ഇപ്പോൾ നടരാജ് സൂചിപ്പിച്ച പോലെ ഓരോ ഉദ്യോഗസ്ഥരും വളരെ സൂക്ഷ്മമായി ബാലറ്റ് യൂണിറ്റ് പരിശോധിക്കുന്നു. അതിനുശേഷം അവർ അതത് പോളിംഗ് സ്റ്റേഷനുകളിൽ പോകുന്നു. അത് തന്നെയായിരിക്കും പാലക്കാട് നടക്കുന്നത്. വേറെ എന്തെങ്കിലും അഡീഷണൽ വിവരങ്ങൾ കൂടി അവിടെ നൽകാനുണ്ടാവും സാജിദിന്? നൗഫൽ, ഞാനുള്ളത് പാലക്കാട് നഗരസഭയിലാണ്. പാലക്കാട് നഗരസഭയുടെ മുഴുവൻ പോളിംഗ് സാമഗ്രികളും വിതരണം ചെയ്യുന്നത് ഇവിടെയാണ്. ഇതോടൊപ്പം തന്നെ ഓരോ 7 നഗരസഭകളാണ് പാലക്കാട് ജില്ലയിൽ ഉള്ളത്. ഇത് 7 കേന്ദ്രങ്ങളിലായി നടക്കും. ഇതുകൂടാതെ 13 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. ഓരോ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലാണ് ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക. ഇവിടെ ഈ പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും അതോടൊപ്പം തന്നെ വോട്ടെണ്ണൽ കേന്ദ്രവും ഇവിടെ തന്നെയാണ്. ഇവിടെ 2 റിട്ടേണിംഗ് ഓഫീസർമാർ ROകളാണ് ഉള്ളത്. 1 മുതൽ 27 വരെയുള്ള വാർഡുകൾ, അതായത് പാലക്കാട് നഗരസഭയിലെ വാർഡ് 1 മുതൽ വാർഡ് 27 വരെ ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ കീഴിലാണ്. 28 മുതൽ 53 വരെ മറ്റൊരു റിട്ടേണിംഗ് ഓഫീസറുടെ കീഴിലാണ് ഉണ്ടാവുക.
ഇതനുസരിച്ചാണ് പോളിംഗ് സാമഗ്രികളും വോട്ടെണ്ണൽ ദിനത്തിലും ഇതേ ക്രമീകരണത്തോടു കൂടിയാണ് ഉണ്ടാവുക. അതായത് പാലക്കാട് നഗരസഭയിലെ ഈ വാർഡ് 1 മുതൽ വാർഡ് 27 വരെ ഒരു ഭാഗത്തും മറുഭാഗത്ത് 28 മുതൽ 53 വരെയാണ് എണ്ണുക. അതിൽ വാർഡ് 1 മുതൽ 6 വരെ ഒന്നാമത്തെ റൗണ്ടിൽ എണ്ണുമ്പോൾ അതേസമയം തന്നെ 28 മുതൽ ഉള്ള 6 വാർഡുകളുടെ ഒരേ സമയം എണ്ണും. അതായത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളുടെയും UDFന്റെയും LDFന്റെയും ശക്തി കേന്ദ്രങ്ങളുടെയും ഒരേ സമയം എണ്ണും എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വോട്ടെണ്ണലിനുള്ള ക്രമീകരണവും ഇതോടൊപ്പം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് 1 മുതൽ 27 വരെ എന്ന് പറയുമ്പോൾ അതിൽ വാർഡ് 1 മുതൽ അതായത് വാർഡ് 1 മുതൽ 6 വരെ ആദ്യ റൗണ്ടിൽ എണ്ണുമ്പോൾ തന്നെ വാർഡ് 28 മുതൽ 33 വരെ അതേ സമയം എണ്ണും. രണ്ടാം റൗണ്ടിൽ വാർഡ് 7 മുതൽ 12 വരെ എണ്ണുമ്പോൾ സമാന്തരമായി തന്നെ 34 വാർഡ് മുതൽ 39 വരെ എണ്ണും. അങ്ങനെ 4.5 റൗണ്ടാണ് പാലക്കാട് നഗരസഭയിൽ എണ്ണേണ്ടി വരിക. ഈ പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും സമാനമായ ക്രമീകരണമാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ വാർഡ് ഉള്ളത് കൊണ്ടാണ് പാലക്കാട് നഗരസഭയിൽ 2 റിട്ടേണിംഗ് ഓഫീസർമാർ വന്നത്. ബാക്കി ഉള്ള നഗരസഭയിൽ ഭൂരിഭാഗം നഗരസഭയിലും ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ കീഴിൽ ഇതേ രീതിയിൽ വോട്ടെണ്ണുന്ന ക്രമീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നൗഫൽ.